2 T20 ലോകകപ്പുകളിൽ ഇന്ത്യയുടെ അഭിമാനം, അവസാന ലോകകപ്പിലെ യഥാർത്ഥ മാച്ച് വിന്നർ, മലയാളി പ്രേക്ഷകരുടെ അഹങ്കാരം സഞ്ജു സാംസൺ എന്ന പേര് ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നെറുകയിൽ തിളങ്ങി നിൽക്കുകയാണ്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ രാജകീയ വളർച്ചയ്ക്ക് പിന്നിൽ സഞ്ജുവിന്റെ കരിയർ തന്നെ തകർത്തു തരിപ്പണമാക്കുമായിരുന്ന ചില കറുത്ത ഏടുകളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു നിമിഷത്തെ കോപം കൊണ്ടും വൻ ശക്തികളുടെ പ്രതികാരം കൊണ്ടും വിലക്കിന്റെ വക്കോളമെത്തിയ 3 വലിയ വിവാദങ്ങൾ, സ്വന്തം നാടായ കേരളത്തിൽ നിന്നുപോലും നേരിടേണ്ടി വന്ന കടുത്ത അവഗണനകൾ, ഓസ്ട്രേലിയൻ താരങ്ങളുമായുള്ള ഗ്രൗണ്ടിലെ കയ്യാങ്കളി, IPL-ൽ മാന്യനായ ക്ലാസനുമായി ഉടക്കിയ ആ കറുത്ത ദിനം, സഞ്ജുവിനെ വിവാദ നായകനാക്കാൻ ചിലർ ശ്രമിച്ച ആ 3 സംഭവങ്ങളുടെ യഥാർത്ഥ സത്യങ്ങളിലേക്ക് നമുക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. സഞ്ജു സാംസൺ എന്ന കായിക താരത്തെ ഇല്ലാതാക്കാൻ പോന്ന ഏറ്റവും വലിയ ആദ്യത്തെ വിവാദമുണ്ടായത് പുറത്തെവിടെയുമല്ല, സ്വന്തം തട്ടകമായ കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ KCA-യിൽ തന്നെയാണ്. വർഷങ്ങൾക്ക് മുൻപ് കേരള ടീമിൽ കളിച്ചുകൊണ്ടിരിക്കെ അസോസിയേഷന്റെ അനുവാദമില്ലാതെ സഞ്ജു ക്യാമ്പിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന ആരോപണത്തോടെയാണ് വിവാദങ്ങളുടെ തുടക്കം. കേരള ക്രിക്കറ്റിലെ വൻ തോക്കുകൾ സഞ്ജുവിനെതിരെ തിരിഞ്ഞു. സഞ്ജു ഉൾപ്പെടെ 13 കളിക്കാർക്കെതിരെ കടുത്ത നടപടിയെടുക്കാൻ KCA തീരുമാനിച്ചു. കാര്യങ്ങൾ അവിടെയും തീർന്നില്ല. സഞ്ജുവിന്റെ പിതാവ് പോലും ഈ വിവാദത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. സഞ്ജുവിനെയും പിതാവിനെയും പ്രതിക്കൂട്ടിൽ നിർത്തി സഞ്ജുവിന് ക്രിക്കറ്റിൽ നിന്ന് തന്നെ വിലക്ക് ഏർപ്പെടുത്താൻ KCA നീക്കങ്ങൾ നടത്തി. ആലോചിച്ചു നോക്കൂ, അന്ന് ആ വിലക്ക് വന്നിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ സഞ്ജു സാംസൺ ഉണ്ടാകുമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ കരിയർ അവിടെ അവസാനിച്ചേനെ. എന്നാൽ ഭാഗ്യം കൊണ്ടും സഞ്ജുവിന്റെ സത്യസന്ധത കൊണ്ടും മാത്രമാണ് അന്ന് അദ്ദേഹം ആ വലിയ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. സ്വന്തം നാട്ടിലെ അസോസിയേഷൻ പോലും പിന്തുണയ്ക്കാതിരുന്നിട്ടും സഞ്ജു പോരാടി മുന്നേറി. രണ്ടാമത്തെ വിവാദം ഉയർന്നത് അന്താരാഷ്ട്ര തലത്തിൽ നിന്നായിരുന്നു. എതിരാളികൾ മറ്റാരുമല്ല, ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം. ചെന്നൈയിൽ നടന്ന ഇന്ത്യ-ഓസ്ട്രേലിയ ട്രൈ സീരീസ് ഫൈനൽ മത്സരം. സഞ്ജു ആയിരുന്നു ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ. മത്സരത്തിനിടയിൽ ഓസീസ് താരത്തിന്റെ ഒരു ക്യാച്ചിനെ ചൊല്ലി ഗ്രൗണ്ടിൽ കടുത്ത വാക്കുതർക്കമുണ്ടായി. സഞ്ജു ക്യാച്ച് കൃത്യമായി എടുത്തില്ല എന്ന തരത്തിൽ ഓസീസ് താരങ്ങൾ അനാവശ്യ ആരോപണം ഉന്നയിച്ചപ്പോൾ സഞ്ജു അതിനെ ചോദ്യം ചെയ്തു. ഇതോടെ കലിപൂണ്ട ഓസീസ് ഓപ്പണർ ഉസ്മാൻ ഖവാജ സഞ്ജുവിനെതിരെ രംഗത്തെത്തി. ഓസീസ് താരങ്ങൾ ബാറ്റ് ചെയ്യുന്നതിനിടെ സഞ്ജു അവരുടെ നേരെ തുപ്പി എന്ന ഗുരുതരമായ ആരോപണമാണ് ഖവാജ ഉന്നയിച്ചത്. ഓസ്ട്രേലിയൻ കളിക്കാർ ഒന്നടങ്കം സഞ്ജുവിനെ വളഞ്ഞു. എന്നാൽ സഞ്ജു അല്പം പോലും ഭയന്നില്ല. താൻ തുപ്പിയിട്ടില്ല എന്ന അങ്ങേയറ്റം ധൈര്യത്തോടെ സഞ്ജു വ്യക്തമാക്കിയെങ്കിലും വാർത്തകളിൽ സഞ്ജുവിനെ വില്ലനാക്കി ചിത്രീകരിക്കാനാണ് ഓസീസ് മാധ്യമങ്ങൾ ശ്രമിച്ചത്. സഞ്ജുവിന്റെ ആക്രമണോത്സുകമായ ആ സ്വഭാവം അന്ന് വലിയ രീതിയിൽ ചർച്ചയായി. ഇനി സഞ്ജുവിനെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്കിരയാക്കിയ അവിചാരിതമായി സംഭവിച്ച 3ാമത്തെ വിവാദം, IPL 2026-ൽ ഹെൻറിച്ച് ക്ലാസനുമായുണ്ടായ ആ കടുത്ത പോരാട്ടം. ക്രിക്കറ്റ് ലോകത്ത് ഏറ്റവും മാന്യനായ, അനാവശ്യ വാക്കേറ്റങ്ങൾക്ക് പോകാത്ത ശാന്തനായ താരമാണ് സൺറൈസേഴ്സിന്റെ ഹെൻറിച്ച് ക്ലാസൻ. എന്നാൽ തീ പാറുന്ന ആ IPL മത്സരത്തിനിടയിലെ പ്രഷർ സിറ്റുവേഷനിൽ സഞ്ജുവും ക്ലാസനും തമ്മിൽ വാക്കുതർക്കത്തിലേർപ്പെടുകയായിരുന്നു. ക്ലാസിന് പോലൊരു ജെന്റിൽമാൻ പ്ലെയറോട് സഞ്ജു കയർത്തത് ആരാധകരെ പോലും അത്ഭുതപ്പെടുത്തി. സോഷ്യൽ മീഡിയയിൽ സഞ്ജുവിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നു വന്നു. മത്സരശേഷം തന്റെ തെറ്റു മനസ്സിലാക്കിയ സഞ്ജു ഹെൻറിച്ച് ക്ലാസനെ നേരിട്ട് കണ്ട് കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞെങ്കിലും സഞ്ജുവിന്റെ കരിയറിലെ ഏറ്റവും മോശം നിമിഷങ്ങളിലൊന്നായി ഈ സംഭവം മാധ്യമങ്ങൾ ആഘോഷിച്ചു. പീക്കിൽ നിൽക്കുന്ന ഒരു താരത്തിന്റെ ചെറിയൊരു കോപം പോലും എങ്ങനെ വലിയ വിവാദമാകാം എന്നതിന് തെളിവായിരുന്നു അത്. സ്വന്തം അസോസിയേഷന്റെ വിലക്ക് ഭീഷണി, ഓസ്ട്രേലിയൻ ടീമിന്റെ വ്യാജ ആരോപണങ്ങൾ, IPL-ലെ അനാവശ്യ വിവാദങ്ങൾ, ഇതുകൂടാതെ BCCI-യുടെ ഭാഗത്തു നിന്നുള്ള തുടർച്ചയായ അവഗണനകൾ. ഇത്രയധികം മാനസിക സമ്മർദ്ദങ്ങളിലൂടെയും ചതികളിലൂടെയും കടന്നുപോയിട്ടും തകർന്നു പോകാത്ത ഒരു കളിക്കാരനുണ്ടെങ്കിൽ അത് സഞ്ജു സാംസൺ മാത്രമാണ്. തനിക്കെതിരെ വന്ന ഓരോ വിവാദത്തെയും സഞ്ജു മറികടന്നത് തന്റെ ബാറ്റ് കൊണ്ടാണ്. ഇന്ന് 2 T20 ലോകകപ്പ് കിരീടങ്ങൾ ഇന്ത്യയുടെ ഷെൽഫിലിരിക്കുമ്പോൾ അതിൽ ഒരു കിരീടം സഞ്ജു എന്ന ഈ പോരാളിയുടെ ചോരയും നീരുമാണ്. വീഴ്ത്താൻ ശ്രമിച്ചവർക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന സഞ്ജു സാംസൺ തന്നെയാണ് മലയാളികളുടെ എക്കാലത്തെയും വലിയ അഹങ്കാരം. കൂട്ടുകാരെ, സഞ്ജു സാംസന്റെ കരിയറിലെ ഈ 3 വലിയ വിവാദങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? സ്വന്തം അസോസിയേഷൻ പോലും സഞ്ജുവിനെ പിന്തുണയ്ക്കാതിരുന്നതിനെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? സഞ്ജു എന്ന ഈ ഗ്രേറ്റ് പ്ലെയറുടെ അതിജീവനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക. സഞ്ജു സാംസനെ നെഞ്ചിലേറ്റുന്ന ഓരോ മലയാളി പ്രേക്ഷകരും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ക്രിക്കറ്റിലെ ഇതുപോലെയുള്ള ഞെട്ടിക്കുന്ന സത്യങ്ങളും ആഴത്തിലുള്ള വിശകലനങ്ങളും അറിയാൻ നമ്മുടെ സ്പോർട്സ് വിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.